നമ്മുടെ സമരത്തിന് അനുകൂലമായിട്ട് എന്റെ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്നാണോ ശ്രീധരൻ പറയുന്നത്? അങ്ങയുടെ സർക്കാരല്ല, നമ്മുടെ സർക്കാർ. പക്ഷേ സമരം തുടങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞു. 5 വർഷമല്ല, 5 വർഷവും 7 മാസവുമായി. നാട് നീളം നടന്ന് പിടിയേരി വിരിച്ചും മറ്റ് യൂണിയനുകളുടെ ഔദാര്യം കൊണ്ടും ഇതുവരെ പിടിച്ചു നിന്നു. ഇനി ബുദ്ധിമുട്ടാണ് സാർ. ഒരേറ്റുമുട്ടൽ കൊണ്ടേ ഇത് അവസാനിക്കൂ. ഫാക്ടറി പഠിക്കൽ വെടിപൊട്ടണം. നമ്മുടെ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഭരണം നടക്കുമ്പോ എന്തിനാ ഇങ്ങനെ ഒരു ഭരണം? കുത്താൻ കൊള്ളാത്ത ഈ കുന്തം വലിച്ചെറിയണം സാർ. വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ രൂപീകരിച്ച് ഭരണം നടത്തുമ്പോൾ അതിന്റെ തലപ്പത്തിരിക്കുന്ന എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഭരണം വലിച്ചെറിഞ്ഞാൽ തീരുവോ നമ്മുടെ പ്രശ്നങ്ങൾ? ഫാക്ടറി യന്ത്രവൽക്കരിക്കാൻ ആലോചന തുടങ്ങിയപ്പോഴേ മാനേജ്മെന്റിനോട് പ്രതിഷേധം രേഖപ്പെടുത്തിയതും ഈ വിവരം അന്നത്തെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതും പിന്നീട് ഒത്തുതീർപ്പാകാഞ്ഞപ്പോ സമരത്തിന് ആഹ്വാനം ചെയ്തതും യൂണിയൻ പ്രസിഡന്റായിരുന്ന ഞാനാണ്. അന്നങ്ങ് സമരത്തിന് തിരികൊളുത്തിയപ്പോ അണഞ്ഞത് പാവപ്പെട്ട ആയിരക്കണക്കിന് തൊഴിലാളികളുടെ വീടുകളിലെ അടുപ്പുകളാണ്. ഞാനല്ല, അവര് ചോദിക്കുന്നു. അങ്ങയോടല്ല, എന്നോട്. ഞങ്ങളുടെ നേതാവ് ജയിച്ചില്ലേ? പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലേ? അങ്ങ് മന്ത്രിയായില്ലേ? എന്നിട്ടും ഞങ്ങളുടെ അടുപ്പുകളിൽ എന്തേ തീ പുകയാത്തേന്ന്? ചോദ്യം തെറ്റല്ല. അധികാരത്തിലേറിയപ്പോ നമ്മുടെ തൊഴിലാളികളുടെ ഈ പ്രശ്നത്തിന് അനുകൂലമായ തീരുമാനമാണ് ആദ്യമെടുക്കേണ്ട നടപടിയെന്ന് ഉറപ്പിച്ചിരുന്നതാണ്. പക്ഷേ ശ്രീധര, നമുക്കെല്ലാം കൈയെത്താവുന്നതിലും ഉയരത്തിലാണ് ഇപ്പോ ആ മുതലാളിയുടെ സ്ഥാനം. തന്ത്രപരമായ നീക്കം കൊണ്ടേ നമുക്ക് എന്തെങ്കിലും തീരുമാനമെടുക്കാൻ ഒക്കൂ. അല്ലാതെ ഭരണഘടനയിൽ മൗലികാവകാശത്തിന്റെ പിൻബലം ഉള്ളിടത്തോളം കാലം അയാളെ ഒരു സർക്കാരിനും ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ വ്യക്തിപരമായ നിലയിൽ ഞാൻ ആ ധനപാലം മുതലാളിയെ വിളിച്ചിട്ടുണ്ട്. അയാൾ വരട്ടെ. ഒത്തിരി പ്രശ്നങ്ങൾക്കിടയില് ഞങ്ങളും സാറിന് ടെൻഷൻ തരികയാണ് അല്ലേ? ഇപ്പോ വന്ന് അല്പസ്വല്പം ടെൻഷൻ ഇല്ലേ, നന്നായിട്ടൊന്നും ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നിരിക്കുക. അമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? വയ്യ, വയസ്സായന്റെ. അങ്ങോട്ടൊക്കെ ഒന്ന് വരണമെന്ന് വിചാരിച്ചിട്ട് നാള് കുറേയായി. അതെങ്ങനെ അലക്കൊഴിഞ്ഞിട്ട് രാമേശ്വരത്ത് പോകാൻ നേരമില്ലെന്ന് പറഞ്ഞ പോലായി നമ്മുടെ അവസ്ഥ.